വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെൽ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രീൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, 60 മാർക്കിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് 60 മാർക്കിനാണ്. പിന്നെ സീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഡിഫൈൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് 2021 ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ അന്യൂപ്ലോയിഡി, റൈറ്റ് എ നോട്ട് ഓൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊക്കെ 2 മാർക്കിനുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, വല്ലാണ്ട് ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും 2 മാർക്കിന് എഴുതാനുള്ളത് നോക്കി വെച്ചാൽ മതി. ഡിസ്ക്രൈബ് റൈബോസോം. ഇനി ഡിഫറൻഷിയേറ്റ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. പിന്നെ സെൽ ബയോളജിത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്ലയോക്സിസോംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെൽ ബയോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബയോ കെമിസ്ട്രിയിൽ നിന്ന് വരുന്നത് ഡിഫൈൻ സ്വിറ്റർ അയോൺ, റൈറ്റ് എ നോട്ട് ഓൺ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. സ്പിംഗോലിപ്പിഡ്സിൻ്റെ എന്താണ് സ്പിംഗോലിപ്പിഡ്സ്? പിന്നെ റൈറ്റ് എ നോട്ട് ഓൺ ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഡിറൈവ്ഡ് ലിപ്പിഡ്സിനെ കുറിച്ചിട്ടൊരു നോട്ട് എഴുതാൻ. പിന്നെ വരുന്നിരിക്കുന്നത് എന്താണ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ടും ഇതുപോലെ 2021 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് എന്താണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇത്രയാണ് എ സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഇനി ബി സെക്ഷനിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ല്. ഇത് റിപ്പീറ്റഡ് ആണ്, 2021 വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ് നോട്ട് ഓൺ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോമസോം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോമസോമിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ്. പിന്നെ മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുക. അത് 5 മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഓർഗനിലും നോക്കി വയ്ക്കുക. ഓക്കെ, റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട് എഴുതാം. പിന്നെ വന്നിട്ടുള്ളത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫങ്ഷനും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, സ്ട്രക്ചറും ഫങ്ഷനും. പിന്നെ വരുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ കുറിച്ചൊരു അക്കൗണ്ട് എഴുതുക. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് എൻസൈം ഐ ബി എൻസൈം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട് എഴുതാനാണ് വരുന്നത്. ഓക്കെ, ഇനി സി സെക്ഷൻ, അതായത് നമ്മൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട്. പിന്നെ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഇൻക്ലൂഡഡ് ആണ് അതിൽ സെൽ ഡിവിഷനിൽ. അതിൻ്റെ സിഗ്നിഫിക്കൻസും മോളിക്കുലാർ കൺട്രോളും കുറിച്ചിട്ട് ഒരു നോട്ട് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അത്രയാണ്. എന്താണ് സെൽ ഡിവിഷൻ എന്ന് എഴുതാം. അതിൽ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, എങ്ങനെയാണ് അതിൻ്റെ മോളിക്കുലാർ കൺട്രോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കാനാണ് ലാസ്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് സി സെക്ഷനിൽ. പിന്നെ സി സെക്ഷനിൽ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിനും ഫങ്ഷനെയും പറ്റിയിട്ട് നോട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് എഴുതുക, കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എഴുതുക, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് എഴുതുക. അങ്ങനെയാണ്, അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. സെയിം പാറ്റേൺ ആണ് വരുന്നത്, അതായത് സെയിം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽ ബയോളജിയിൽ നിന്നാണ്. 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനും പിന്നെ 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രിയിൽ നിന്നാണ്. ഇനി 5 മാർക്കിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ സെൽ ബയോളജിയിൽ നിന്നും 3 ക്വസ്റ്റ്യൻ ബയോ കെമിസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ സെൽ ബയോളജിയും ഒരു ക്വസ്റ്റ്യൻ സെൽ ബയോളജിയും ഒരു ക്വസ്റ്റ്യൻ ബയോ കെമിസ്ട്രിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സെൽ ബയോളജീൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് നമ്മുടെ ഓരോ പോർഷൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.